A+ട്യൂബിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യത്തെ ഓണത്തിന് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക. 5,87,000 പേർക്കാണ് ഇത്തവണ കിറ്റ് നൽകുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ 4 പേർക്ക് 1 എന്ന കണക്കിൽ കഴിഞ്ഞ വർഷം നൽകിയതുപോലെയുള്ള കിറ്റുകൾ ഇപ്രാവശ്യവും നൽകുന്നുണ്ട്. 35 കോടി രൂപ സർക്കാർ ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ സപ്ലൈകോയുടെ ഓണച്ചന്തകളും അടുത്ത മാസം 4-ാം തീയതി ആരംഭിക്കും എന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ്. എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ ഉണ്ടാകും. ഇതിനു പുറമെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരെണ്ണം അഡീഷണലായും ഉണ്ടാകും. ഉത്രാടം നാൾ വരെ ഈ ഓണച്ചന്തകളെല്ലാം പ്രവർത്തിക്കും. ഇവിടെ അവസാന ദിവസങ്ങളിൽ ജൈവ പച്ചക്കറികളും വിൽപ്പനയ്ക്കുണ്ടാവുകയും ചെയ്യും. ഓണത്തിന് വേണ്ടി അരിയും പഞ്ചസാരയും പ്രത്യേകമായി നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെങ്കിലും ഇതിൻ്റെ അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഇത്തരം ഓണച്ചന്തകളുടെ നടത്തിപ്പിന് 500 കോടിയാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സർക്കാരിനോട് ചോദിച്ചതെങ്കിലും 100 കോടി രൂപ മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് വയനാടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മഞ്ഞ കാർഡുകാർക്ക് മാത്രമായി ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്.